ബൈബിളിൽ നാം കാണുന്ന ഒരു മിഷണറിയാണ് യോന. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്ത ഒരാൾ. പക്ഷേ യാത്രയിൽ ഒരു പ്രശ്നമുണ്ടായി. തെക്കോട്ടെന്ന് പറഞ്ഞിട്ട് വടക്കോട്ട് പോയി. നിനവേക്ക് പോകേണ്ട ആൾ തർശീശിലേക്ക് എത്തി. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവമാണ് തന്നെ നിനവയിലേക്ക് അയച്ചത്. എന്നാൽ യോനയ്ക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരുപക്ഷെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്താഗതികളായിരിക്കും. പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് അതുപോലെ അനുസരിക്കാൻ കഴിഞ്ഞെങ്കിലേ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ യോനയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് തനിക്കിഷ്ടമുള്ള വഴിയിൽ യാത്ര ചെയ്യുക. തൻ്റെ ഉള്ളിലൊരു മിഷനുണ്ട്, തനിക്ക് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, താൻ പ്രസംഗിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ സ്ഥലം മാറിപ്പോയി. തൻ്റെ ഇഷ്ടത്തിൽ താൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാണ് യാത്ര ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം, എന്നിട്ടും നാം അത് തിരിച്ചറിയാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നാം പോകാറുണ്ട്. അത് പലപ്പോഴും നമ്മളെ പരാജയത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതുതന്നെയാണ് യോനയ്ക്കും സംഭവിച്ചത്. എന്നാൽ യോനയോട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട്, യോന ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ നിന്നതുകൊണ്ട് ദൈവം യോനയെ മടക്കിക്കൊണ്ടുവന്നു. അല്പം വേദനാജനകമായിരുന്നു അത്. പല സമയത്തും ദൈവം നമ്മളെ മടക്കിക്കൊണ്ടുവരുന്നതും അല്പം വേദന ഉളവാക്കുന്ന കാര്യമാണ്. പലപ്പോഴും ദൈവം നമുക്ക് വാണിങ്ങുകൾ നൽകും. ദൈവം നമുക്ക് മടങ്ങി വരാനുള്ള മുന്നറിയിപ്പുകൾ നൽകും. മുന്നറിയിപ്പുകൾ അവഗണിച്ച് കളയരുത്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മുന്നറിയിപ്പിനെ അവഗണിച്ച് കളഞ്ഞു. വലിയൊരു ഐസുമല ഒഴുകി വരുന്നതെന്നറിഞ്ഞിട്ടും അതിൻ്റെ കപ്പിത്താൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കാരണം ഇത്രയും വലിയ ആഡംബര കപ്പലിനെ തകർക്കാൻ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണമൊക്കെ വെച്ച്, നമ്മുടെ പിടിപാടുകൾ വെച്ച് നാം അഹങ്കരിച്ചു പോകാറുണ്ട്. അത് മറ്റാരും അറിയത്തില്ല, കുഴപ്പമില്ല, സാരമില്ല, ഇപ്പോൾ വേണ്ട, പിന്നെയാകട്ടെ, എനിക്കൊന്നും ഭവിക്കത്തില്ല എന്നൊക്കെ നാം ചിന്തിക്കും. എന്നാൽ യോനയെ ദൈവം മടക്കിക്കൊണ്ടുവന്നത് അല്പം വേദനാജനകമായിരുന്നു. തന്നെ കപ്പലിൽ നിന്നെടുത്ത് പുറത്തിടേണ്ടി വന്നു. ഒരു വലിയ മത്സ്യം തന്നെ വിഴുങ്ങി 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഒരു കാര്യം നാം നിശ്ചയമായിട്ട് ഓർക്കണം, ദൈവത്തിൻ്റെ പദ്ധതിയിലല്ലാതെ നാം യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകാം, വേദനപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാം. ദൈവം നമ്മളെ മടക്കിക്കൊണ്ടുവരും. അപകടങ്ങൾ ഉണ്ടാകാം. ദൈവം അപകടങ്ങൾ വരുത്തുമോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മടങ്ങി വരുവാൻ ഒരു പക്ഷേ ചില സാഹചര്യങ്ങൾ മുഖാന്തരമാകും. അല്ലെങ്കിൽ നാം തന്നെ അതിലേക്ക് ചെന്ന് ചാടുമ്പോൾ ദൈവം നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഉപയോഗിക്കും. വ്യക്തിപരമായിട്ട് ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് പിന്തിരിഞ്ഞു പോകണ്ട. പിന്തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായ സ്നേഹബന്ധത്തിൽ നിന്ന്, ദൈവത്തോടുള്ള ആ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോകരുത്. ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചിട്ട് പിന്മാറിപ്പോകരുത്. ഇന്ന് പല ആളുകളും പിന്മാറ്റത്തിലാണ്. മറ്റാർക്കും അറിയത്തില്ല, രഹസ്യ പിന്മാറ്റമാണ്. മറ്റാരും നോക്കുമ്പോൾ എല്ലാവരും ചർച്ചയിൽ പോകുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവമായിട്ട് ബന്ധമില്ല. നിശ്ചയമായിട്ടും ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പിന്മാറി നിൽക്കുന്നെങ്കിൽ, തെറ്റായ ശീലങ്ങൾ, അടിമത്തത്തിൽ അല്ലെങ്കിൽ ലഹരി എന്തെങ്കിലും നിങ്ങളെ പിടിച്ചെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ മടങ്ങി വരണം. കാരണം യോനയെപ്പോലെ ദൈവം നിങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളിൽ കടത്തിവിടുന്നതിന് മുമ്പ് മടങ്ങി വരണം. മടങ്ങി വന്നാൽ ദൈവം നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കും. ദൈവം നിങ്ങളെ കാത്തിരിക്കുക. ഒരു പിതാവ് ആ നഷ്ടപ്പെട്ടു പോയ മകനു വേണ്ടി കാത്തിരുന്നത് പോലെ ദൈവം കാത്തിരിക്കുക. നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ 2 കൈയും നീട്ടി ആലിംഗനം ചെയ്ത് ദൈവം ഭവനത്തിലേക്ക് ആനയിക്കാൻ, ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ആനയിക്കാൻ ദൈവം തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ചർച്ചിൽ പോകുന്നില്ല, ആത്മീയ ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു, കുടുംബത്തിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്നു, മടങ്ങി വരണം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യോനയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ അല്പമേറെ ശ്രമകരമായ കാര്യങ്ങൾ ദൈവം ചെയ്തു. യോന മടങ്ങി വന്നു. അത് യോനയ്ക്ക് നന്മയായി തീർന്നു, നിനവേയ്ക്ക് നന്മയായി തീർന്നു. യോന മടങ്ങി വന്ന് തൻ്റെ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ദൈവം യോനയോട് മനസ്സലിഞ്ഞു. അതെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. മറ്റാരും ദൈവം അത് ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ പറയണം, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ മടങ്ങി വരും, പിന്മാറിപ്പോകത്തില്ല. ദൈവിക പദ്ധതിയിലേക്ക് ഞാൻ മടങ്ങി വരും, കർത്താവിൻ്റെ വേലയിലേക്ക് മടങ്ങി വരും. എന്തിനാണ് നിങ്ങൾ കർത്താവിൻ്റെ വേല വിട്ട് മാറി നിൽക്കുന്നത്? കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്, മടങ്ങി വരണം. എന്തിനാണ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്? ദൈവത്തിന് നിങ്ങളെ ഇന്നും ഇഷ്ടമാണ്, താല്പര്യമാണ്, മടങ്ങി വരണം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പിന്മാറിപ്പോയിരിക്കുന്നെങ്കിൽ, യോനയെ പോലെ വഴിതെറ്റി ബഹുദൂരം പോയെങ്കിൽ മടങ്ങി വരാൻ ഏറ്റവും അവസാന അവസരം ദൈവം തരികയാണ്. Come back. God is still waiting for you. The Father is still waiting for you. He is a loving Father. He is a loving God. His kindness and mercy endures forever. അതുകൊണ്ട് തന്നെ come back. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. God bless you. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988
0221957. നമ്പർ വീണ്ടും 988 0221957.